ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് ദോശ റെഡിയാക്കി എടുക്കാൻ നോക്കാം. നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്, ഗോതമ്പ് ദോശയാണ് നമ്മൾ ഇന്ന് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. 250 ml കപ്പിലാണ് അളവെടുത്തിരിക്കുന്നത്. 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് റവയാണ്. 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എല്ലാതും ഒരേ കപ്പിൽ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് നോക്കിയിട്ട് എടുക്കുക. 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. അതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ട് കിട്ടണം, എന്നാലാണ് ഇത് കറക്റ്റ് ആയിട്ട് പരത്തിയെടുക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ 1 കപ്പ് ഒഴിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വാങ്ങുന്ന ഗോതമ്പ് പൊടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അളവിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ഇതിലേക്ക് ആവശ്യമുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇപ്പൊ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പകുതി വീതമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം പകുതി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും നമുക്കതുപോലെ തന്നെ അരച്ചെടുക്കാം. ഞാൻ അവില് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലിയുടെയും അതുപോലെ തന്നെ ബൺദോശയുടെയും റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ മാവ് അല്ലാതെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതാണ് കൺസിസ്റ്റൻസി. അധികം ലൂസ് ആവാനും പാടില്ല, അതുപോലെ തന്നെ അധികം ടൈറ്റ് ആയിട്ട് വരാനും പാടില്ല മാവ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമ്മുടെ ദോശയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. താല്പര്യമില്ലെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കുന്നില്ല, ഇത് ഇപ്പൊ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ബേക്കിംഗ് സോഡയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സോഡ ചേർക്കുമ്പോൾ ഒട്ടും തന്നെ ഇത് കൂടി പോവരുത്. ഒരു 1/4 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനേക്കാളും കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടി പോയാൽ നമ്മുടെ ദോശ നന്നായിട്ട് വരില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം.
ഇത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് തവ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അതിനുശേഷം മാവ് ഒഴിച്ച് ഇതുപോലെ പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തി കൊടുക്കുക. ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ മാവ് ഇതുപോലെ ഒഴിച്ച് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഒട്ടും തന്നെ വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ദോശ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ നന്നായിട്ട് മൊരിയിച്ചെടുക്കാം. കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോഴത്തെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്ന് നല്ല ക്രിസ്പി ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദോശ. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ അരിയും ഉഴുന്നൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയുടെ പോലെ തന്നെ സാമ്പാറും അതുപോലെ തന്നെ ചട്നിയൊക്കെ കൂടിയിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ദോശയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. എല്ലാതും ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. സൈഡ് വിട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാം. എല്ലാ ദോശയും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.